ഹരി, ഹരി പോയി കിടന്നോളൂ. പോയി, സോറി. എന്തിനാ വെറുതെ ഉറക്കം കളിക്കണത്? എനിക്ക് ആശ്വാസമുണ്ട്. സാരമില്ല, സാറ് വരുന്നവരെ ഞാനിരിക്കാം. ഏയ്, ദാഹമുണ്ട്. കിടന്നോളൂ, ഞാൻ എടുത്തുതരാം. മതി. പനിയൊട്ടുമില്ല, പാദത്തിൽ ഇത്തിരി നീരുണ്ട്, കുറച്ചുള്ളൂ, നാളേക്ക് പറ്റും. ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. സ്വപ്നസുന്ദരിയോടും പത്മാ സുബ്രഹ്മണ്യത്തോടും ഒപ്പമാണത്രേ തന്റെ സ്ഥാനം. അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല, ഹരിക്കാണ്. സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി. ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ. തന്റെ ഈഗോ മഞ്ഞു പോലെ ഉരുകി പോയില്ലേ? ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി. ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിക, ദാസി, അത്രമാത്രം. ഓ, താനത്ര വിനീതൊന്നും ആകണ്ട അല്ലേ ഹരി? ഹരിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി നീ പോയി കിടന്നു, ഞാൻ ഉണ്ടല്ലോ. ഓ, എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല, പവിഴമുത്ത് തന്നെയാണ്. അമ്മോ, ദാ ഇത് വായിച്ചോ? ഞാൻ കണ്ടു. ഇതിൽ എഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല. ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ്. ക്രെഡിറ്റ് ഹരിക്കാണ്. ഹരിക്ക് വലിയ ഭാവിയുണ്ട്. അമ്മുന്റെ ഭാഗ്യം നിർഭാഗ്യാണോന്ന് ആർക്കറിയാം. അതെന്താ അമ്മോ അങ്ങനെ? വലിയ വലിയ ആളുകളാവുമ്പോ പഴയതൊക്കെ വേഗം മറക്കും, മറക്കാൻ പാടില്ലാത്തത് മറക്കും. ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഉറപ്പ് എനിക്കില്ല. എന്താ നിനക്കുന്നൊരു മൂടൗട്ട്? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഇല്ല. പിന്നെ എന്താ? അമ്മായിയോട് പറ. ഒന്നുമില്ല അമ്മായി, നമ്മളെ പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് അവര് പറഞ്ഞുണ്ടാക്കും. അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും. അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ. നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി, അമ്മായിയും ഹരിയേട്ടനെയും പറ്റി. ആര് ആര് പറഞ്ഞു? ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഇത്തിരി അടക്കം ഒതുക്കും പാലിച്ചാ മതി.
ചേകി മിനുക്കണുണ്ടല്ലോ. മതി. ആരെ കാണിക്കാനാ? നിന്നെയല്ല. അതെനിക്കറിയാം. ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കുട്ടി. ഇതേതാ ഈ ഷർട്ട്? ചിറ്റയുടെ പ്രസന്റാ. എങ്ങനെയുണ്ട്? ഒരു വൃത്തിയില്ല. നിനക്ക് വല്ല കലാബോധം ഉണ്ടോ? ഇത് ഇടണ്ട. സത്യമായിട്ട് ഒരു ഭംഗിയില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ സഹിച്ചു. ഇത് ഇടണ്ട. വേറെ ഷർട്ട് ഇട്ടാ മതി. ഞാൻ ഇത് ഇടണ്ട. വേറെ ഷർട്ട് ഇട്ടാ മതി. ഇത് ഇടണ്ട. ഇത്ര ദുശ്ശാഠ്യം പാടില്ല പെൺകുട്ടികൾക്ക്. പിന്നെ പനിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. നീര് പറ്റി. വേദന എങ്ങനെയുണ്ട്? കുറഞ്ഞു. പത്രങ്ങളൊക്കെ തകർത്ത് എഴുതിരിക്കാനുള്ള. അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം. ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാന്നായിരിക്കണം. അതൊന്നും വേണ്ട. ചിലപ്പോ ഞാൻ ഇനി ചെലങ്ക കിട്ടിയില്ലെന്ന് വരും. അതെന്താ? ഞാനെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം. ഞാനുണ്ടാവും. ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ. അത് ഹരിയുടെ ഭാവിയെ ബാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാ മതി എനിക്ക്. ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടുത്തുന്ന എന്റെ ഭാവി എങ്ങനെ ബാധിക്കുക? ഞാൻ വരും. എവിടെയായിരുന്നാലും, എത്ര പ്രശസ്തനായിരുന്നാലും വരും, പാടും. പക്ഷേ ഞാനിനി ഒതുങ്ങിക്കൂടുകയാണ് ഹരി. അതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ചിറ്റ എന്തോ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? സാറുമില്ല തൃപ്തി പറഞ്ഞു? ഇല്ല. അമ്മൂല്ല മണ്ടത്തരവും? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മടുത്തു, അത്ര തന്നെ. ഞാനത് വിശ്വസിക്കില്ല. നോക്കൂ, ഇവിടെ എനിക്ക് സ്വർഗമാണ്. ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ്. ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം. മറ്റൊന്നും എനിക്ക് വേണ്ട. ചിറ്റേ, എന്തിനാ കരയുന്നത്? ഹരി പൊയ്ക്കോളൂ. ചിറ്റേ, ഞാൻ പ്ലീസ്. ഹരിയേട്ടാ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അനുവാദം ചോദിച്ചില്ല നീ എന്റെ അടുത്ത് വരാറ്? പിണക്കാണെങ്കിൽ നാണല്ലാണ്ട് ഇഷ്ടം കൂടി വരണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ ഇപ്പൊ വന്നതോ? പിണക്കല്ലാന്ന് മനസ്സിലായോണ്ട്. എന്നെ തല്ലിയത് വലിയ വിഷമായല്ലേ? ആര് പറഞ്ഞു? എനിക്കറിയാം. അതല്ലേ എന്നെ സന്തോഷിപ്പിക്കാൻ പാട്ടുപാടിയത്. ഇത്രേ ഉള്ളൂ ഈ ആള്. ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയും പ്രവർത്തിക്കും ചെയ്യും. എന്നിട്ട് വിഷമിക്കും. വല്ലാതെ വേദനിച്ചോ കുട്ടി? ഏയ്, വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചു. പിന്നെ വേദനിച്ചോന്ന് ചോദിച്ചാ കുറച്ച്. നീ കുറുമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ തല്ലിയത്? തല്ല്, ചീത്ത പറയേ, എന്ത് വേണേലും ചെയ്തോളൂ. എന്നെ ഇഷ്ടല്ലാണ്ടാവരുത് കേട്ടോ. അങ്ങനെയായാ മരിക്കുള്ളൂ ഞാൻ.
ഹരിയേട്ടാ, ഉം, അമ്മാമ്മയോട് പറ എന്ത്? നമ്മുടെ കാര്യം ഇനി എന്തിനെങ്ങനെ നീട്ടിക്കൊണ്ടോണത്? നിനക്കെന്താ അത്ര ധൃതി? ധൃതിയൊന്നുമില്ല, പേടിയാ. അല്ലെങ്കിൽ ഹരിയേട്ടൻ എന്നെ മറക്കും. ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആര്? എന്തിനാ ഞാൻ പറയണേ? അല്ലാണ്ട് അറിയാലോ. വല വീശി പിടിക്കാൻ നല്ല മിടുക്കുണ്ട്, കേട്ടില്ലേ? അമ്മോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനൊന്നും മിണ്ടുന്നില്ല, പോരെ? ചിറ്റേ, ഹരി എന്തിനാണ് എന്റെ മുറിയിലേക്ക് വന്നത്? എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഹരി പോ. എന്നെ വെറുക്കരുത്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഹരിയോട് എനിക്ക് വെറുപ്പില്ല, സ്നേഹമേ ഉള്ളൂ. അമ്മനോടും അതെ. വെറുതെ ഭംഗി വാക്കാണത്. ലോകത്തെനിക്ക് സ്വന്തമെന്ന് ഞാൻ കരുതിയ കുറച്ചാളുകളേ ഉള്ളൂ. എന്റെ സാറ്, അമ്മു, പിന്നെന്റെ ചിറ്റ. പക്ഷെ ഇപ്പോ പറയൂ. നൃത്തവും സംഗീതവും ആത്മാവും ശരീരവുമാണെന്ന് ചിറ്റ പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിയാണത്. ചിറ്റ എന്നെ വെറുത്താൽ എനിക്കെന്റെ എല്ലാം നഷ്ടപ്പെടും. എന്റെ സംഗീതം, ആത്മാവ്, എല്ലാം. ഹരി പ്ലീസ് പൊയ്ക്കൊള്ളൂ. അദ്ദേഹം ഇപ്പൊ വരും. വരട്ടെ, ഞാൻ പോവില്ല. ചിറ്റ എന്നോട് സത്യം ചെയ്യണം. എന്നെ ഒഴിവാക്കില്ലെന്ന്, എന്നെ ഉപേക്ഷിക്കില്ലെന്ന്. ഹരി നില മറക്കുന്നു. ഇല്ല, ഞാൻ നിലമറക്കില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ആശ്വസിപ്പിക്കാം. നിഷേധിച്ച് പഴയ തെരുവിലേക്ക് എന്നെ ഇറക്കി വിടാം. പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഒന്നിനും ഞാൻ ആളല്ല. വഴിമാറൂ.